മലയാള സിനിമകളിലെ അബദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിനിമകളിലെ രണ്ട് തരത്തിലുള്ള അബദ്ധങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കാറ്. കണ്ടിന്യൂറ്റി മിസ്റ്റേക്കും ലോജിക് മിസ്റ്റേക്കും. അവ എന്താണെന്നും അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും നാം പല വീഡിയോകളിലായി സംസാരിച്ചിട്ടുണ്ട്. സിനിമകളിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണുമ്പോഴുള്ള കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നതും, അല്ലാതെ സിനിമയെയോ സിനിമാ പ്രവർത്തകരെയോ അവഹേളിക്കാൻ വേണ്ടിയല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത് 2000-ൽ ശശി ശങ്കർ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമായ മിസ്റ്റർ ബട്ട്ലറിലെ ഈ രംഗത്തെക്കുറിച്ചായിരുന്നു. നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. ഈ രംഗത്തിലെ അബദ്ധം ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ വായ അനക്കാതെ സംസാരിക്കുന്നു എന്നതാണ്. ഈ കാണിച്ചിരിക്കുന്ന ഡയലോഗുകൾക്കൊന്നും തന്നെ ലിപ് മൂവ്മെന്റ് ഇല്ല. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറയാതിരുന്ന ഡയലോഗുകൾ ഡബ്ബിംഗ് സമയത്ത് ചേർത്തത് മാത്രമാണ്. റെഡ് മേക്കർ മീഡിയ, ശ്രീരഞ്ജിനി എന്നിവരായിരുന്നു ഉത്തരം ആദ്യം കമന്റ് ചെയ്തത്. സിനിമയിലെ ചില കട്ട് ചെയ്യാത്ത അബദ്ധങ്ങളെ കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. മമ്മൂട്ടി ചിത്രം ജോണി വാക്കറിലെ ഒരു രംഗമാണിത്. ഈ രംഗത്തിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ പിന്നോട്ട് പോകുന്നത് വ്യക്തമായി കാണാം. അവസരോചിതമായി ജഗദീഷ് ശ്രീകുമാർ ഓട്ടോയെ പിടിച്ചു നിർത്തുന്നതും അത് പിന്നോട്ട് പോവാതിരിക്കാൻ അതിൽ ചാരി നിൽക്കുന്നതും കാണാം. അഭിനയിക്കുന്നതിനിടയിൽ തന്നെ സീനിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാതെ വളരെ രസകരമായി തന്നെ ഈ കാര്യം ജഗദീഷ് ശ്രീകുമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മിഥുനം സിനിമയുടെ ലൈറ്റ് വേർഷനായി 2014-ൽ എം പത്മകുമാർ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് പോളിടെക്നിക്. ആ സിനിമയിലെ ഒരു ഗാനരംഗമാണിത്. അജു വർഗീസിന്റെ ദേഹത്തേക്ക് ബോൾ വന്നു വീഴുന്ന രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ ആ ബോൾ എറിയുന്ന കറുത്ത ഗ്ലൗസ് ഇട്ട കൈകൾ ഫ്രെയിമിൽ വ്യക്തമായി കാണാം. 2003-ലെ പ്രിയദർശൻ മോഹൻലാൽ ചിത്രമായ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ജഗദീഷ് ശ്രീകുമാറിന്റെ ഇൻട്രോ സീനാണിത്. ഈ ഒരു രംഗത്തിൽ ജഗദീഷ് ശ്രീകുമാറിന്റെ തല മുകളിൽ ഇടിക്കുന്നുണ്ടെങ്കിലും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ രംഗം അഭിനയിച്ചു തീർത്തു. ആട് 2 സിനിമയിൽ വിനായകന്റെ ഡ്യൂഡ് എന്ന കഥാപാത്രത്തിന്റെ ഒരു റീ എൻട്രി രംഗമുണ്ട്. അതിനുശേഷം ഒരു ഗ്രനേഡ് പൊട്ടിക്കുന്ന രംഗവുമുണ്ട്. ബോംബ് പൊട്ടുമ്പോൾ കൂടെയുള്ള 3 പേരും തിരിഞ്ഞു നോക്കുന്നതും കുഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നതും വ്യക്തമായി കാണാം. തീയുടെ ചൂട് സഹിക്കാൻ കഴിയാതെ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. എന്നാൽ വിനായകൻ യാതൊരു വ്യത്യാസവുമില്ലാതെ ആ രംഗം കൂളായി അവിടെ നിന്നുകൊണ്ട് ചെയ്തു. 100% പ്രൊഫഷണൽ. സിനിമകളിലെ അബദ്ധങ്ങൾ കണ്ടെത്താൻ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതുണ്ട്. അതുപോലെ സമയം ചെലവഴിക്കേണ്ട ഒന്നാണ് പുസ്തക വായനയും. അവിടെയാണ് ഓഡിയോ ബുക്സിന്റെ പ്രസക്തി. പറഞ്ഞു വരുന്നത് കുക്കു FM-നെ കുറിച്ചാണ്. ലോക പ്രശസ്തമായ പല പുസ്തകങ്ങളുടെയും ഓഡിയോ ബുക്സ് കുക്കു FM-ൽ ലഭ്യമാണ്. നെടുമുടി വേണു, KPSC ലളിത തുടങ്ങിയവരെല്ലാം തന്നെ ഓഡിയോ ബുക്സിന് ശബ്ദം നൽകിയിട്ടുണ്ട്. കുക്കു FM-ലൂടെ HD ക്വാളിറ്റി ഓഡിയോസ് ചുരുങ്ങിയ ചെലവിൽ എവിടെ നിന്നും എപ്പോഴും കേൾക്കാവുന്നതാണ്. കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ട് ഈ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാം. India 60 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യ മാസത്തിലോ ആനുവൽ സബ്സ്ക്രിപ്ഷനിലോ 60% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഈ ഓഫർ 31 ജനുവരി വരെ മാത്രമായിരിക്കും. താല്പര്യമുള്ളവർ ഫസ്റ്റ് കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലാണ് ലോജിക് ഉണ്ടാവുക. ഫാന്റസി സിനിമകളിലെ ലോജിക് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റു സിനിമകളിൽ ഉണ്ടാവുക. കോമഡി, കാർട്ടൂൺ ടൈപ്പ് സിനിമകളിലെ ലോജിക് മറ്റൊരു തരത്തിലായിരിക്കും. ചില ചെറിയ അബദ്ധങ്ങളാൽ ലോജിക് നഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചാണ് നാം ഇനി സംസാരിക്കുന്നത്. മമ്മൂട്ടിയുടെ നേരറിയാൻ CBI എന്ന സിനിമയിൽ കൊലയാളിയെ കണ്ടെത്താൻ സഹായിക്കുന്നത് കൊല ചെയ്യുന്ന സമയത്ത് കൊലയാളിക്കുണ്ടാകുന്ന ഒരു മുറിവായിരുന്നു. 3-4 ദിവസം മുമ്പുണ്ടായ മുറിവ് പെട്ടെന്ന് എങ്ങനെ അപ്രത്യക്ഷമായി? അടുത്ത ദിവസം വീണ്ടും ആ മുറിവ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? കൊല ചെയ്യുന്ന സമയത്ത് ആ മുറിവുണ്ടാകുന്നതെല്ലാം സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ കൊല ചെയ്ത് പിറ്റേന്ന് രാവിലെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആദ്യമായി ശവശരീരം കാണുന്ന ഒരു രംഗമായിരുന്നു അത്. പക്ഷേ ആ രംഗത്തിലൊന്നും തന്നെ കൊലയാളിയുടെ കയ്യിൽ ഒരു മുറിവും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമായിരുന്നു ആ മുറിവ്. ആ മുറിവാണ് ആ രംഗത്ത് മറന്നു കളഞ്ഞത്. ന്യൂഡൽഹി സിനിമയിലും അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാവുന്നതാണ്. മമ്മൂട്ടിയുടെ GK എന്ന കഥാപാത്രത്തിന്റെ
വലതു കൈക്ക് ചലനമില്ല എന്ന് സിനിമയിൽ പലയിടത്തായി കാണിക്കുന്നുണ്ട്. എന്നാൽ സിനിമയിലെ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. എന്നാൽ ഈ ഒരു രംഗത്തിൽ മാത്രം ചലനമില്ലാത്ത വലത് കൈകൊണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന മമ്മൂട്ടിയെ നമുക്കവിടെ കാണാം. CID മൂസ പോലെ കാർട്ടൂൺ ടൈപ്പ് കോമഡി സിനിമകളിൽ എന്തും സംഭവിക്കാം. അവയിലൊന്നും ലോജിക് നോക്കേണ്ടതില്ല. അതിൽ വഴിയെ പോകുന്ന ആൾ പോലീസുകാരനെ അടിച്ചെന്ന് വരാം. ആ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന ലോജിക് അതാണ്. ആയുഷ്കാലം പോലെ ഫാന്റസി സിനിമകളിൽ പ്രേതങ്ങളെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല എന്ന ലോജിക് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും പല രംഗങ്ങളിലും മറ്റുള്ളവർ കാണുന്ന തരത്തിൽ പ്രേതത്തിന് നിഴലുള്ള കാര്യം നാം ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അത്തരത്തിൽ ലോജിക്കുള്ള ഒരു കഥയാണ് വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയും പറയുന്നത്. നയൻതാരയുടെ റീത്ത എന്ന കഥാപാത്രത്തെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സിനിമയിലെ ഏറ്റവും ക്രൂഷ്യലായ രംഗത്തിൽ ആ ഒരു ലോജിക് കളയുകയാണ് ചെയ്യുന്നത്. കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ വേറൊരു വഴിയില്ലാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. സിനിമകളിലെ ചില കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ചും എഡിറ്റിംഗ് മിസ്റ്റേക്കുകളെ കുറിച്ചുമാണ് നാം ഇനി സംസാരിക്കുന്നത്. സിനിമക്കകത്തെ കഥയാണ് ഉദയനാണ് താരമെന്ന സിനിമ പറയുന്നത്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തെ ഒരു രംഗമായിരുന്നു ഇത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത്. പിടിച്ചു വരേണ്ട അവ സൈക്കിക്കാകുന്നത്. ഇതൊക്കെ അവനെ വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യും? എനിക്കറിയില്ലേ. പിന്നെങ്ങനെ? അതിന്റെ പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവൻ ഇവിടെ ഒരു പടം ചെയ്യാൻ വന്നിട്ടുണ്ട്. തുടർച്ചയായി പല ഡയലോഗുകളും പറഞ്ഞു പോകുന്ന ഒരു രംഗമാണിത്. പക്ഷേ പല ആംഗിളിൽ നിന്നുമാണ് ഷോട്ടുകൾ കാണിക്കുന്നത്. ഓരോ ആംഗിളിൽ നിന്ന് കാണിക്കുമ്പോഴും ഓരോ തരത്തിലാണ് താരങ്ങൾ നിൽക്കുന്നത്. ചിലതിൽ മുകേഷ് ഇരിക്കുന്നു, ചിലതിൽ മുകേഷ് നിൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, വീണ്ടും നിൽക്കുന്നു. അങ്ങനെയാണ് ഓരോ ഷോട്ടുകളും വരുന്നത്. 4 ആംഗിളിൽ നിന്നും ഷോട്ട് എടുക്കുമ്പോഴും താരങ്ങളെ ഒരേപോലെ നിർത്താൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്. നേരെ സിനിമയിൽ പീഡന സമയത്ത് പ്രതി മറ്റൊരു സ്ഥലത്താണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫേക്കായ CCTV ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലും അതുപോലെ തന്നെ പീഡന സമയത്ത് മറ്റൊരിടത്താണെന്ന് കാണിക്കാൻ വേണ്ടി ഫോട്ടോകളാണ് കാണിക്കുന്നത്. നായകൻ 2 സിനിമകളിലും അത് പൊളിച്ചടക്കുന്നുണ്ട്. അഭിഭാഷകന്റെ കേസ് ഡയറി സിനിമയിൽ ഒരു ഫോട്ടോ മമ്മൂട്ടി നോക്കുന്ന രംഗമുണ്ട്. നിഴലിനെ തന്നെ ചെറിയൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് നമുക്ക് ഇവിടെ കാണാം. മമ്മൂട്ടി ഫോട്ടോ പിടിച്ചിരിക്കുന്നത് ഒരു കൈ കൊണ്ടാണ്. പക്ഷേ ഫോട്ടോ കാണിക്കുന്ന ക്ലോസപ്പ് ഷോട്ടിൽ അവിടെ 2 കൈകളും പിടിക്കുന്നതായി കാണാം. വീണ്ടും കാണിക്കുമ്പോൾ ഒരു കൈയിൽ മാത്രമാണ് ഫോട്ടോ ഉള്ളത്. സിദ്ദിഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഹിറ്റ്ലറിലും അതുപോലൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് നമുക്ക് കാണാം. ബൈക്ക് പൂർണ്ണമായും നിലത്തിട്ടുകൊണ്ടാണ് മമ്മൂട്ടി ഓടുന്നത്. എന്നാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ബൈക്ക് ചെരിച്ചു വെച്ചതായി കാണാം. ആരായിരിക്കും ഇത് ചെയ്തത്? സിനിമയിലെ ഒരു എഡിറ്റിംഗ് മിസ്റ്റേക്കിനെ കുറിച്ചാണ് നാം ഇനി സംസാരിക്കുന്നത്. ചതിക്കാത്ത ചന്തു സിനിമയിൽ നവ്യ നായർ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. ഡമ്മി ഉപയോഗിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായി പ്രേക്ഷകനെ അത് കാണിക്കുന്നുണ്ട്. ആ രംഗത്തിലെ കുറച്ച് ഫ്രെയിമുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. നിർണയം സിനിമയിലെ ചില രംഗങ്ങളാണിത്. ഈ രംഗത്തിലെ അബദ്ധങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.